സ്പോർട്സ് ഫാൻ സ്പിരിറ്റിൻ്റെ ഇന്നത്തെ സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലായിടവും ഫുട്ബോളിൻ്റെ ആവേശം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അറിയാലോ, ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിൽക്കുന്നതും ഫുട്ബോളിൻ്റെ ആവേശം തുളുമ്പുന്ന ഒരു ടർഫിലാണ്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കോച്ചിനെയാണ്. ഒരു കാര്യം പറയാനുള്ളത്, ക്രിക്കറ്റിൽ മാത്രമല്ല സച്ചിൻ ഉള്ളത്, ഫുട്ബോളിലും സച്ചിൻ ഉണ്ട് എന്ന് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ, സച്ചിൻ ടെണ്ടുൽക്കർ എന്നല്ലല്ലോ അല്ലേ? അല്ല, സച്ചിൻ ടി വി. സച്ചിൻ ടി വി. ഓക്കെ, എത്ര നാളായി ഈ പരിശീലനം? ഒരു 9 വർഷം കഴിഞ്ഞു. 9 വർഷം കഴിഞ്ഞു. പ്ലെയർ ആയിരുന്നു. അപ്പൊ ഇഞ്ചുറി ആയി കഴിഞ്ഞ് പിന്നെ പയ്യെ ഫീൽഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് നേരെ ഇതിലേക്ക് ഇറങ്ങി. കോളേജ് ടൈമിൽ ഇഞ്ചുറി ആയിരുന്നു, യൂണിവേഴ്സിറ്റി ടൈം. ഏതാണ്, ഫോർവേഡ് ആണോ അതോ DMF കളിച്ചുകൊണ്ടിരുന്നു? ഇപ്പൊ ഇവിടെ ഇപ്പൊ ഏകദേശം എത്രത്തോളം ശിഷ്യഗണങ്ങളുണ്ട്? ഒരു 40 പേര്. 40 ഒരുപാട് സ്പോർട്സ് കായികമേളയിൽ നമുക്ക് ഒരുപാട് ഇനങ്ങളുണ്ട്, ഫുട്ബോൾ, ക്രിക്കറ്റ് ഒക്കെ. ഇത് തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്തെങ്കിലും പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു ടൈമിൽ ഒരു ഇഷ്ടം അങ്ങോട്ട് കയറി, പിന്നെ അതങ്ങോട്ട് കണ്ടിന്യൂസ് പോയിക്കൊണ്ടേയിരുന്നു ഓരോ ലെവലായിട്ട്. ഇവിടെ കൊച്ചിക്കാരനാ? സ്വന്തം സ്ഥലം തലശ്ശേരിയാണ്. ഇവിടെ അമ്മയും അച്ഛനൊക്കെ ആയിട്ട് പണ്ട് തൊട്ട് ചെറുപ്പം തൊട്ട് വന്ന 7ാം ക്ലാസ് തൊട്ട് വന്ന. ഓ, അത് ശരി. പിന്നെ പഠിച്ചത് എല്ലാം ഇവിടെ തന്നെ. ഓക്കെ. ഇപ്പൊ സ്കൂൾ കാലഘട്ടം മുതലേ കളിക്കുന്നുണ്ടായിരുന്നു. +2 ടൈമിൽ തൊട്ട് കളിക്കുന്നുണ്ട്. ഇനിയിപ്പം തീർച്ചയായും ഓരോ പരിശീലകർക്കും അറിയേണ്ടത്, കാരണം ഒരു നല്ലൊരു കളിക്കാരനെ വാർത്തെടുക്കുന്നതിൽ നിങ്ങൾക്ക് ഒരുപാട് വലിയ പങ്കുണ്ട്. തീർച്ചയായും. അപ്പോൾ ഒരു ഫുട്ബോളറെ ഒരു പരിശീലിപ്പിച്ചെടുക്കുന്നതിൽ ആദ്യഘട്ടം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് അവരുടെ ബേസ് റെഡിയാക്കുക. അവരുടെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, പാസിംഗ് തുടങ്ങി അവരുടെ മെയിനായിട്ട് ചെറിയ കുട്ടികളെ ഉദ്ദേശിക്കുക അവരുടെ ബേസ് സ്ട്രോങ് ആക്കുക. അവരുടെ ബേസ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അവർക്ക് എവിടെ പോയാലും കളിക്കാം. ഏത് ടീമിലേക്ക് ചെന്നാലും കളിക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ ഇപ്പോൾ ഒരാൾ മിഡ് കളിക്കണം, ഫോർവേഡ് കളിക്കണം, അല്ലെങ്കിൽ ഡിഫൻസ് കളിക്കണം എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അത് അവരുടെ ക്വാളിറ്റി നമ്മൾ നോക്കും. ചിലർക്ക് ലോങ് പാസ് ചെയ്യാൻ, പാസ് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് സാധിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. ചിലർക്ക് ഡ്രിബ്ലിംഗ് ആയിരിക്കും കപ്പാസിറ്റി കൂടുതൽ, ചിലർക്ക് പോസ്റ്റിലേക്ക് അടിക്കാനായിരിക്കും കപ്പാസിറ്റി. നമ്മളപ്പോൾ അത് ഡെവലപ്പ് ചെയ്യും. ബാക്കിയുള്ളത് അത് അവർക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്ക് ഓരോ ഫോർമേഷൻ, അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫോർമേഷനിലേക്ക് എത്താൻ പറ്റും. എല്ലാ ഫോർമാറ്റിലും കളിക്കുന്നവരുണ്ടോ? ഉണ്ടാവും. അങ്ങനത്തെ ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ഉണ്ടാവും. നമുക്കൊരു ടീമിൽ എന്തായാലും ഇപ്പോൾ ലോക്കൽ എടുത്താൽ പോലും മനസ്സിലാവും, ഒരു ടീമിൽ മെയിനായിട്ട് എല്ലാ പൊസിഷനിലും കളിക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ഉണ്ടാവും. അത് അവന്മാരുടെ ഒരു ഗെയിമിൽ തന്നെ നമുക്കത് മനസ്സിലാവും. അവരത് ലീഡ് ചെയ്യും. ആ ഒരു കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അത് ലീഡ് ചെയ്യും. മനസ്സിലായി. അതായത് അവനെ ഡിഫൻസിലും കാണാൻ പറ്റും, അതേസമയം ഫോർവേഡിലും അവന് ജയിക്കണം. അതാണ് കൂടുതൽ ജയിക്കണം. അപ്പൊ അവന് ജയിച്ചില്ലെങ്കിൽ അവന് ഭയങ്കര വിഷമമായിരിക്കും. അതിനുവേണ്ടി അവന്റെ എഫേർട്ട് ഫുൾ ആയിട്ട് എടുക്കും. മനസ്സിലായി. അപ്പൊ നമുക്ക് ലീഡ് ചെയ്യുന്ന പ്ലേയേഴ്സിനെ അങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, ഇവിടെ കൊണ്ടുപോയി കളിപ്പിക്കാൻ പറ്റും എന്നുള്ള ആ ക്വാളിറ്റി നമുക്ക് മനസ്സിലായി. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള കളികളെ അപേക്ഷിച്ച് ഏറ്റവും വലിയ ചലഞ്ച് എനർജിയാണ്. ഫിറ്റ്നസ്. അപ്പോൾ ഈ 90 മിനിറ്റ്സ് കളിക്കാനുള്ള എനർജി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അതിനുള്ളൊരു ടെക്നിക്ക്? മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല റെസ്റ്റ് മെയിനായിട്ട് നല്ല റെസ്റ്റ്. അത് കഴിഞ്ഞിട്ട്, അതായത് വർക്കൗട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എത്ര മണിക്കൂർ ചെയ്യുന്നു അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഉറക്കം, ഫുഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഫിറ്റ്നസ്, ആ ചെയ്യുന്ന വർക്കൗട്ട് വെറുതെ. അതായത് നമ്മളൊരു വർക്കൗട്ട് ചെയ്ത് ഒരു 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് പിന്നെ റെസ്റ്റ് ഇല്ലാണ്ട് വേറെ എവിടെയെങ്കിലും കറങ്ങിയെടുക്കുക, ഫുഡ് കയറിയില്ല, ആ വർക്കൗട്ട് വേസ്റ്റ് ആണ്. പ്രോപ്പർ ആയിരിക്കണം. ഈ 3-4 കാര്യങ്ങൾ പ്രോപ്പർ അല്ലെങ്കിൽ അവരാ ചെയ്യുന്ന വർക്കൗട്ട് വെറുതെ. ഇതിന് ഹോംവർക്ക് ഉണ്ടോ? ഹോം വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി ചെറിയ ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് അത് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള വർക്കൗട്ടുകൾ ഉണ്ടാവും. പിന്നെ അവരുടെ ഇൻഡിവിജ്വൽ സ്കിൽസ്, അതായത് അവർ ഏതിലാണോ വീക്ക് ആയിട്ടുള്ളത് കൂടുതൽ അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റും. ചെറിയ ബോൾ പാസ് അല്ലെങ്കിൽ ബോൾ വെച്ചുള്ള ജഗ്ലിംഗ്, അങ്ങനത്തെ കൺട്രോൾ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. മെയിനായിട്ട് നമുക്ക് ഇവിടെ ഏതൊക്കെ രീതിയിലുള്ള പരിശീലനം, ഇപ്പോൾ ഒരു ഫുട്ബോൾ പരിശീലനം ഒരു പുതുതായി വരുന്ന ഒരു കുട്ടിയാണ്, ആ കുട്ടിയെ എങ്ങനെയാണ് ഒരു കളിക്കളത്തിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു? ഫസ്റ്റ് അവൻ എന്തായാലും 2 ദിവസത്തേക്ക് ബേസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡ്രിൽസ് കൊടുക്കും. പിന്നെ ഗെയിമിലേക്ക് ഇൻവോൾവ് ചെയ്യും. അപ്പോൾ ആ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം അവന്റെ കയ്യിലുള്ളത് നമ്മൾ എന്താണെന്നുള്ളത്, സ്ട്രോങ് ആയിട്ടുള്ള എന്താണ് അവന്റെ എലമെന്റ് എന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ ബൂസ്റ്റ് ചെയ്യും. അത് കൂടാണ്ട് അവന് ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പൊ അവൻ ഇപ്പൊ പാസിംഗിലാണ് വീക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ അവന് കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കും. അവന്റെ ആ എലമെന്റ് നമ്മളത് കൂടുതൽ മൂർച്ച കൂട്ടും. കൂടാണ്ട് ബാക്കിയുള്ള വീക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കൊടുത്തോണ്ടിരിക്കും. ഇപ്പൊ ഏതെങ്കിലും ടീമിനെ വലിയ കളിക്കളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ടോ? പ്ലേയേഴ്സിനെ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അണ്ടർ 50 കാറ്റഗറി ആകുമ്പോഴേക്കും ഒരു പ്രൊഫഷണൽ ടീം, അതായത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പറപ്പൂര് അതുപോലത്തെ ടീമുകളിലേക്ക് എങ്ങനെയും നമ്മുടെ ഒരു കുട്ടികൾക്ക്
സെലക്ഷൻ മേടിച്ചു കൊടുക്കുക, ഫ്രീ ആയിട്ട് അവർക്ക് അതിലേക്ക് കയറാൻ പറ്റും. ഇപ്പൊ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അണ്ടർ 50 ലെവലിലേക്ക് എത്തുമ്പോഴേക്കും ഒരു പ്രൊഫഷണൽ ടീമിലേക്ക് അവർക്ക് കളിക്കാൻ ഒരു അവസരം ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അർണവുണ്ട്, അവനിപ്പോ പറപ്പൂര് പോകുന്നുണ്ട്, ഒരാള് അഭിനവ്, അവനൊക്കെ ഫുൾ സ്കോളർഷിപ്പ് കിട്ടിയ ആൾക്കാരാണ് പറപ്പൂർ FC. അപ്പൊ അവർക്ക് കൂടുതൽ ലീഗുകൾ, അതായത് കുറച്ചും കൂടെ ലെവലുള്ള ലീഗുകൾ ആ ടീമുകൾ വഴി കളിക്കാൻ സാധിപ്പിക്കുക. അതാണ് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു അണ്ടർ 30 അല്ലെങ്കിൽ അണ്ടർ ലെവലിൽ വരുന്ന ഒരു കുട്ടി അണ്ടർ 50 ആകുമ്പോഴേക്കും ഒരു പ്രൊഫഷണൽ ടീമിലേക്ക് കളിക്കാനുള്ള ലെവലിലേക്ക് എത്തി. അതാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ പഠിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഗ്രേസ് മാർക്കിനുള്ള ചാൻസ് ഉണ്ട് ധാരാളം. സ്കൂൾ ടീമിൽ കിട്ടുന്ന ചാൻസുകൾ, സ്കൂൾ ടീമിന് കളിക്കുമ്പോൾ അവർക്കുള്ള കഴിഞ്ഞ വർഷം നമുക്ക് 2 നാഷണൽ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് CBSE ആണ്, അവർ നാഷണൽ പോയായിരുന്നു സ്കൂളിൽ നിന്ന്. അത് അവിടെ ചെന്നിട്ട് പൊസിഷൻ വന്നില്ല, നാഷണൽ പൊസിഷൻ വന്നില്ല, ബാക്കി അല്ലാണ്ട് നമ്മൾ പോയി വന്നിട്ടുണ്ട്. ഈ പ്ലേയേഴ്സിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പഠനം കഴിഞ്ഞ് ഹൈസ്കൂൾ കഴിഞ്ഞ് +2 കയറുമ്പോഴും സ്പോർട്സിന്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അഡ്മിഷൻ എളുപ്പമാണ് കാര്യമായിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം മാർക്ക് വരുന്നിടത്തുനിന്ന് ഇവർക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് വരുമ്പോൾ പോയിന്റ് എക്സ്ട്രാ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ മാർക്ക്, അവൻ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവനൊരു എക്സ്ട്രാ ബെനിഫിറ്റ്. അതുപോലെ തന്നെ ഫുട്ബോളിൽ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകം എന്ന് പറയുന്നത് ഗോൾ കീപ്പർ. ഈ ഗോൾ കീപ്പറിന് വേണ്ട സ്കിൽസ് അല്ലെങ്കിൽ ഗോൾ കീപ്പർ ആവണം എന്ന് പറഞ്ഞ് തന്നെ വരുന്നവരുണ്ട്. അങ്ങനെ വരുന്ന കുട്ടികളുണ്ട്. ചിലപ്പോൾ അവർക്ക് ആ ഇൻട്രസ്റ്റ് കുറച്ച് നാൾ മാത്രം കീപ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻട്രസ്റ്റ് തന്നെയായിരിക്കും, എനിക്ക് ഗോൾ കീപ്പർ ആവണം, വേറെ ഒന്നും വേണ്ട, ഗോൾ കീപ്പർ. ചിലരുടെ എന്ന് വെച്ചാൽ നമ്മളത് കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പൊ ചില സമയത്ത് വെറുതെ ഗോൾ പോസ്റ്റിൽ നിൽക്കുമ്പോൾ അടിക്കുമ്പോൾ ചിലപ്പോൾ ചില ബോഡി ലാംഗ്വേജുകൾ, ആ സ്റ്റൈല് കീപ്പ് ചെയ്യണ ബോഡി ലാംഗ്വേജ് നമ്മൾ ആ ഒരു ബോഡി ലാംഗ്വേജ് സ്റ്റൈല് കാണിക്കുന്ന കുട്ടികളെ ഒന്ന് ട്രൈ ചെയ്തു, ചിലപ്പോൾ ആ ഇൻട്രസ്റ്റിൽ കയറിപ്പോ. അങ്ങനെ ഒരു പ്ലെയറാണ് നമുക്കിത് ആൽവി. അവൻ ഡിഫൻസിലായിരുന്നു. അപ്പൊ അവൻ ആ ഡിഫൻസിൽ സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ബോഡി സ്റ്റൈല് കണ്ടു കഴിഞ്ഞിട്ട് ഞാനപ്പോ നോക്കിയപ്പോ ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞു. അവൻ റെഡി ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ മെയിൻ കീപ്പറാണ്. ഇനി നമുക്ക് നേരെ വേൾഡ് കപ്പിലേക്ക് വരാം. കാരണം ഇപ്പം വേൾഡ് കപ്പിന്റെ ജ്വരമാണ് എല്ലായിടവും. സച്ചിന്റെ ഏതാണ് ടീം? ബ്രസീലാണ്. ഓക്കെ, അപ്പം മെസ്സിയെ കൈവിട്ടോ? മെസ്സി ഫാനാണ്, പക്ഷെ ചെറുപ്പം തൊട്ട് ബ്രസീലിന്റെ ആരാധന. നെയ്മർ ആ 2002 തൊട്ട് അവരുടെ ടീമിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതില് ബാലൻസ് അങ്ങനെ തന്നെ നിന്നു. ഇത്തവണത്തെ വേൾഡ് കപ്പിനെ എങ്ങനെ നോക്കി കാണുന്നു? ആരൊക്കെ ആയിരിക്കാം സെമിയിൽ വരാൻ ചാൻസ്? അവസാനം 4 ടീമുകൾ ആരായിരിക്കും എന്ന് പറയാൻ പറ്റും? ടൈറ്റ് ആണ്. ചെറിയ ടീമുകളടക്കം ഇപ്പൊ ഫസ്റ്റ് റൗണ്ടിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കണം. അവരും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കപ്പിലേക്ക് തന്നെയാണ്. ചെറിയ ടീമുകൾ നല്ല കളി കളിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസത്തെ USA ആ കളിയൊക്കെ അടിപൊളി നല്ല കളിയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മള് മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു നെതർലാൻഡ്സിന് നല്ല ചാൻസ് ഉണ്ട്. അവർ നല്ല ടീമാണ്. ഫ്രാൻസ്, നെതർലാൻഡ്സ്, അർജന്റീന ഡിഫെൻഡ് ചെയ്യുന്നു തോന്നുന്നു. പല ടീമായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ബ്രസീലിന് സ്കോഡ് ഉണ്ട്, പക്ഷെ എത്രത്തോളം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവർ തമ്മിലുള്ള കണക്ഷൻസും കാര്യങ്ങളും എത്രത്തോളം സെറ്റ് ആയിട്ടുണ്ടെന്നുള്ളത് അടുത്ത മാച്ചിൽ അറിയാൻ പറ്റും. ഇപ്പൊ ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ ആരാണ്? മെസ്സിയാണ്. അതിൽ യാതൊരു സംശയമില്ല, ഒന്നുമില്ല. ഒരു കോച്ച് എന്നുള്ള രീതിയിൽ മറ്റുള്ള ഫുട്ബോൾ പ്ലെയേഴ്സിൽ നിന്നും മെസ്സിയെ വ്യത്യസ്തനാക്കുന്ന എന്താണ് ഒബ്സർവ് ചെയ്യുമ്പോൾ? വ്യത്യസ്തനാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഗെയിം ഏത് സിറ്റുവേഷനിലും അയാൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓപ്പോസിറ്റ് ഒരു ടീം അവർ എന്ത് ടാക്ടിക്സിൽ വന്നാലും എന്തൊരു പ്ലാനിങ്ങിൽ വന്നാലും അത് റീഡ് ചെയ്യാനും അതിനേക്കാൾ മാക്സിമം സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചേഞ്ചസ് വരുത്തി ആ ടാക്ടിക്സ് കളിക്കാൻ ഭയങ്കര. ഒരു ടീമിനോട് കളിക്കുന്ന രീതിയിലല്ല, അല്ലല്ല, റീഡിങ് കപ്പാസിറ്റി ഭയങ്കര ചേഞ്ച്. അവരുടെ ഗെയിം എങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും. റീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അയാൾ ഗെയിം അപ്പം തന്നെ ഡെവലപ്പ് ചെയ്ത് അടുത്ത ഗെയിം മൂവ്മെന്റിൽ പൊട്ടുവത്. അയാളുടെ റീഡിങ് കപ്പാസിറ്റി ഭയങ്കര ഹൈ ആണ്. പെട്ടെന്ന് റീഡ് ചെയ്യും. ഇതാണ് ഗെയിം. അവർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. 1-2 സ്റ്റെപ്പ് വരുന്നുള്ളൂ, രണ്ടാണ് ഗെയിം. അപ്പോൾ ഏതായാലും എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇതിലാണെന്നെങ്കിൽ എനിക്ക് കുറച്ച് പേരെ നല്ല നല്ല അക്കാഡമിയിലേക്ക് കുട്ടികളെ എത്തണം. കാരണം ചാൻസ് കിട്ടാണ്ട് പോയ ഞങ്ങളുടെ ഒരു കുറേ കാറ്റഗറി ഞാൻ പഠിച്ചു വരുന്ന ടൈമിലൊക്കെ മിസ്സായി പോയ എൻ്റെ കൂട്ടുകാരന്മാരുണ്ട്. അതുപോലെ അവർക്ക് ചാൻസ് വേണം. മനസ്സിലായി. കൂടുതൽ നമ്മുടെ ആ ഒരു തലമുറയിൽ ഉണ്ടായിരുന്ന പോലെ ആയിപ്പോരും. അതായത് ആരും നോക്കാനോ അല്ലെങ്കിൽ പുഷ് ചെയ്യാൻ ആളില്ലാണ്ട് കുറെ പ്ലേയേഴ്സ് അങ്ങനെ നല്ല പ്ലേയേഴ്സ് കൂട്ടുകാരന്മാരുണ്ടാവും. കൂട്ടുകാരന്മാർ തന്നെ കുറെ പേരുണ്ട്. സോ അതുപോലെ ഇവർക്ക് ആൾക്കാർ കാണുന്ന കണ്ണെത്തണവരെ നമുക്കത് ട്രയൽസിന് ഇട്ടുകൊണ്ടിരിക്കും. പക്ഷെ ഓരോ കോച്ചസിനും പല പല ഡിഫറെന്റ് ഗെയിം ആയിരിക്കും. അപ്പൊ എന്റെ പ്ലേയേഴ്സിനെ എനിക്കറിയാം, അതുപോലെ വേറൊരാൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ അവരെ ഇഷ്ടപ്പെടുന്ന കോച്ചസിന്റെ അടുത്തേക്ക് അവരെത്തിക്കുക, നല്ല ടീമിലേക്ക് എത്തിക്കുക. അതാണ് മെയിനായിട്ട് ഇപ്പൊ ഞാൻ
ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും ആ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കട്ടെ. ഓക്കെ, വളരെ നന്നായിട്ട് സംസാരിച്ചു. അപ്പം നിങ്ങളുടെ ടീം ഏതാ? ബ്രസീലല്ലേ? ഓക്കെ, ബ്രസീൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ ബേസിക്കലി ജർമ്മനിക്കാരനാണ്. അത് ക്ലോസേ ഉള്ളപ്പോൾ മുതൽ ആരാധനയാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും താങ്ക് യു സോ മച്ച് നമ്മുടെ മൈഫിൻ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചത്. താങ്ക്സ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ ടിവി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.